ഇത്രയും ഭയന്നോടിയൊരു കാലം ഉണ്ടായിട്ടില്ല. ജനവികാരത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല, ജനവിശ്വാസം ആർജിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതിനെ നേരിടാൻ ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. നല്ല കാര്യം. ഞങ്ങൾ ആരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല, ആരോടും മത്സരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ശരിയായ നിലപാടെടുത്ത് ജനങ്ങളെ കണ്ട് മുമ്പോട്ട് പോവുക. ഈ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു കുറഞ്ഞ വോട്ടുകൾക്കാണ് ഇതിൽ നമുക്ക് ജയിച്ചതെന്നുള്ളത്. SDPI മത്സരിക്കുകയായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും താങ്കൾ ഗുണം ചെയ്യാൻ. അങ്ങനെയല്ല ഫൈസലെ, എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് SDPIയെ മത്സരിപ്പിച്ച് അത് കഴിഞ്ഞ ഉടനെ പിൻവലിപ്പിച്ച് ഇതിനൊന്നും ഒരു പ്രതികരണവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ, നല്ല സംഖ്യയിലുള്ള ഭൂരിപക്ഷം ഇവിടെ മുസ്ലിം സഹോദരന്മാരാണ്. അവരെല്ലാവരും ഇത്തരത്തിലുള്ള സമ്മർദ്ദതന്ത്രങ്ങളും നീചമായ വർഗീയ ചേരിതിരിവും ആഗ്രഹിക്കുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ധാരണ ഉണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് കോൺഗ്രസിനും ലീഗിനും ഉള്ളത്. മുസ്ലിം സമുദായം ഇവർ പറയുന്നത് കേട്ടിട്ട്, UDFൻ്റെ നേതാക്കന്മാരും മതസംഘടനകളും പറയുന്നത് കേട്ട് മാത്രം തുള്ളുന്നവരല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് ബോധ്യം. അല്ല, പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതെല്ലാവരും അറിയുന്നല്ലേ. സതീശന് എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് BJP ജയിക്കും, അതുകൊണ്ട് SDPI പിന്തുണ പിൻവലിക്കണമെന്ന് പിൻവാതിലൂടെ പോയി പറയാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് കഴിഞ്ഞത്? പരസ്യമായിട്ട് പറയട്ടെ, മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട. സതീശൻ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുന്ന ആളല്ലേ. VD സതീശന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞു, എല്ലാ തിണ്ണയും നിറങ്ങി. ഇപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ ധൈര്യമുണ്ടോ? മഞ്ചേശ്വരം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്.